നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. മേക്ക് ഷുവർ നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയുള്ള ആൾക്കാരായിരിക്കരുത്. നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ആർക്കാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം ഒരു ജോലിയൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അവർക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയാണ് വേണ്ടത്. ഇപ്പോൾ അവർക്ക് അവരിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനോ അതിനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ചില ആൾക്കാർ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് അവർക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഹ്യൂജ് റിസൾട്ട് കിട്ടണം, ഹ്യൂജ് എമൗണ്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഈ ബിസിനസ് പറ്റത്തില്ല. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം ഒരു ശകലം പോലും സമയം സ്പെൻഡ് ചെയ്യാനില്ല അവർക്ക് എക്സ്ട്രാ ആയിട്ട്. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറോ 1 അവറോ മാക്സിമം അത്രയെങ്കിലും സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റിയതല്ല ഈ ഒരു ബിസിനസ്. ഈ ഒരു ബിസിനസ് ആർക്കാണ് ചെയ്യാൻ പറ്റുന്നതും കൂടെ പറയാം. ഇപ്പം ചില ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എനിക്കൊരു ലോങ് ടേമിലേക്ക് ഒരു ബിസിനസ് ചെയ്യണം, പക്ഷേ എവിടെ നിന്നാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഫീൽ ആയത് കൂടുതൽ എക്സ്പെൻസീവ് ആണ്, കൂടുതൽ റിസ്ക് ആണ്, പിന്നെ അതൊരു ക്ലാരിറ്റി കിട്ടാത്തതുണ്ട്, കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് ജോലി പക്ഷേ ലിമിറ്റഡുമാണ്, കൂടാതെ നിങ്ങൾ കൂടുതൽ ഒരു 9 to 10 അവേഴ്സ് വർക്കിങ്ങുമാണ്, അതിനൊരു ഗ്രോത്ത് നമുക്ക് കിട്ടുന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഉള്ള ഒരു ബിസിനസ്സാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറിയുടെ കാര്യം ഞാൻ പറയാം. ഇപ്പം നമുക്ക് ലൈഫ് ലോങ് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കും, അവരുടെ ഹെൽത്ത് ആയിരിക്കും, അവരുടെ ലൈഫ് സ്റ്റൈലായിരിക്കും. അങ്ങനത്തെ ഒരു ആൾക്കാർക്ക് ഈ ഒരു ബിസിനസ് ഒരു പറ്റിയ ഒരു ബിസിനസ്സാണ്. എക്സ്പെഷ്യലി പ്രൊഫഷണൽ ആൾക്കാർക്ക് ഇതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നമ്മുടെ ജോലി ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 1 അവറോ ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 2 അവേഴ്സോ ഇന്ന ഡേയിൽ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. അപ്പം അത് ത്രൂ ഔട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ ഇരുന്ന് ചെയ്യണമെന്നല്ല. എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് മാത്രം നമ്മൾക്ക് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. മിക്ക ആൾക്കാരും 1 മണിക്കൂറോ 2 മണിക്കൂറോ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്നുണ്ട് വീഡിയോസ് കാണാൻ വേണ്ടി. അപ്പം ആ ഒരു ടൈമിന് പക്ഷേ നമുക്കൊന്നും കിട്ടുന്നില്ല. സെയിം ടൈം നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. കൂടാതെ നമുക്ക് ഒരു ഫ്രീഡം നമുക്ക് കിട്ടും ഫോർ എ ലോങ് റൺ. അപ്പം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പറ്റിയതല്ല. അതേസമയം നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായിട്ട് റിയൽ ബിസിനസ് ഇൻകം നമുക്ക് കിട്ടണം, നമുക്കതിലൂടെ ഒരു ടൈം ഫ്രീഡം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്